ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്രദമായ ഈ പ്രഭാതത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിപ്പാൻ തക്കവണ്ണം ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ള ഭാഗമെന്ന് പറയുന്നത് അക്രമം തടയൽ. സദൃശ്യവാക്യങ്ങൾ 14 അധ്യായം അതിൻ്റെ 34 വാക്യം ഇപ്രകാരം പറയുന്നു: നീതി ജാതിയെ ഉയർത്തുന്നു, പാപമോ വംശങ്ങൾക്ക് അപമാനം. ഏറ്റവും സമാധാനപരമായ രാജ്യം ഏതാണ്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ ഗ്ലോബൽ പീസ് ഇൻഡെക്സ്, അതായത് GPI, ഇപ്രകാരം ഒരു 2017 സ്ഥിതിവിവര കണക്കുകൾ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു. ഐസ്ലാൻഡ്, ന്യൂസിലാൻഡ്, പോർച്ചുഗൽ, അതുപോലെ തന്നെ ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളിലാണ് മുൻ പട്ടികയിലുള്ളത് സമാധാനത്തിൻ്റെ പേരിൽ. എന്നാൽ സമാധാനമില്ലാത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? സിറിയ, അഫ്ഗാനിസ്ഥാൻ, ദക്ഷിണ സുഡാൻ, യമൻ എന്നിവയാണ് ഏറ്റവും സമാധാനം കുറഞ്ഞതായിട്ടുള്ള രാജ്യങ്ങളുടെ കണക്കുകളിൽ അവസാന പട്ടികയിൽ വരുന്നത്. എന്തുകൊണ്ടാണ് സമാധാനം കുറഞ്ഞു പോകുന്നത്? നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിച്ചിട്ടുണ്ടോ? എപ്രകാരമാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്? സമാധാനമുള്ളൊരു ജീവിതമാണോ ഞാൻ നയിക്കുന്നത്? അതോ സമാധാനമില്ലാത്തതായിട്ടുള്ളൊരു ജീവിതമാണോ ഞാൻ നയിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വേദപുസ്തകം ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു: ദൈവത്തിൻ്റെ നിയമം നമ്മുടെ ലോകത്തിൽ തിന്മയെ തടയുന്നുവെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. വെള്ളപ്പൊക്കത്തിന് മുമ്പ് ജീവിച്ചിരുന്നതായിട്ടുള്ള വ്യക്തികൾ ദൈവത്തിൻ്റെ കൽപ്പനയെ തള്ളിക്കളഞ്ഞതായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 6 അധ്യായം അതിൻ്റെ 11 വാക്യം ഇപ്രകാരം പറയുന്നത്: എന്നാൽ ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. വക്രതയുള്ളൊരു തലമുറയാണ് അന്ന് ജീവിച്ചിരുന്നത്. അവിടെ സമാധാനമില്ലാത്തതായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു. എല്ലാവരും എപ്പോഴും വഞ്ചിക്കപ്പെടുന്നതായിട്ടുള്ള അനുഭവമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുവാനോ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാനോ താല്പര്യമില്ലാത്തതായിട്ടുള്ളൊരു തലമുറയായിരുന്നു അന്ന് ജീവിച്ചിരുന്നത്. ദൈവത്തിൻ്റെ ദാസനായ നോഹയുടെ കാലഘട്ടത്തിൽ നോഹ 120 വർഷക്കാലം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രസ്താവിച്ചപ്പോഴും മാനസാന്തരത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്തതായിട്ടുള്ളൊരു തലമുറയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർ പെട്ടകത്തിൽ കയറാതെ നിത്യനാശത്തിലേക്ക് കടന്നുപോയത്. ലൂക്കോസിന്റെ സുവിശേഷം 17 അധ്യായം അതിന്റെ 26 വാക്യം ഇപ്രകാരം പറയുന്നു: നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പായിട്ട് ഇപ്രകാരം ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് കാലഘട്ടം അപ്രകാരമാണ് കടന്നു പോകുന്നത്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് വേദപുസ്തകം നമ്മളോട് സംസാരിക്കുന്നു. ഇന്നും നോഹയുടെ കാലഘട്ടത്തിലായിരുന്നത് പോലെ വക്രത നിറഞ്ഞതായിട്ടുള്ളൊരു അനുഭവത്തിലൂടെയാണ് ഇന്നത്തെ തലമുറ കടന്നു പോകുന്നത്. ദൈവ കൽപ്പനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ, ദൈവവചനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ, സ്വാർത്ഥമായിട്ടുള്ള ചിന്തകളിൽ മുഴുകിക്കൊണ്ട് സ്വന്തം ലാഭത്തിന് വേണ്ടി അനേകം പേരെ വഞ്ചിച്ചുകൊണ്ട് ജീവിക്കുന്നതായിട്ടുള്ള തലമുറയിലാണ് നാം ജീവിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് സമാധാനം ആവശ്യമാണെന്ന് ഉണ്ട് എങ്കിൽ നാം ദൈവത്തിൻ്റെ കൽപ്പനയിലേക്ക് മടങ്ങി വരണം, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരണം. എങ്കിൽ മാത്രമേ സമാധാനം നിറഞ്ഞതായിട്ടുള്ള ആ ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകുകയുള്ളൂ. ഇവിടെ സദൃശ്യവാക്യം 11 അധ്യായം അതിൻ്റെ 11 വാക്യം പറയുന്നു: നേരുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണം അഭ്യുദയം പ്രാപിക്കുന്നു, ദുഷ്ടന്മാരുടെ വായ് കൊണ്ടോ അത് ഇടിഞ്ഞു പോകുന്നു. നേരുള്ളവരുടെ തലമുറയ്ക്ക് തീർച്ചയായിട്ടും നന്മ പ്രാപിപ്പാനും രക്ഷ പ്രാപിപ്പാനും സമാധാനം അനുഭവിപ്പാനും തക്കവണ്ണം സാധ്യമായി തീരും. ഇവിടെ ആവർത്തന പുസ്തകം 28 അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ പ്രകാരം പറയുന്നു:
നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. ആവർത്തന പുസ്തകം 28-ാം അധ്യായം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അനേകം അനുഗ്രഹങ്ങളെ കുറിച്ച് അവിടെ വേദപുസ്തകം നമ്മളോട് സംസാരിക്കുന്നു. ആ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ സ്വായത്തമാക്കണമെന്നുണ്ട് എങ്കിൽ ഒരു കാര്യം നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നാം മറന്നു പോയതായിട്ടുള്ള ദൈവത്തിന്റെ കൽപ്പന നാം ഓർമ്മിക്കുക. ആ കൽപ്പന അനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുക. അപ്രകാരമായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ തക്കവണ്ണം സാധിക്കും. അപ്രകാരം അക്രമം തടഞ്ഞുകൊണ്ട് സമാധാനത്തിന്റെ അനുഭവത്തിലായിരിക്കാൻ തക്കവണ്ണം നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, അടിയങ്ങളിതാ ദൈവമേപ്പന്റെ സന്നിധിയിലേക്ക് താഴ്മയായി കടന്നു വരുന്നു. നല്ലൊരു പ്രഭാതം അങ്ങ് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളിൽ സമാധാനം ഉണ്ടാകുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ നടത്തിപ്പ് ഞങ്ങളോടുകൂടെ ഇരിക്കുമാറാകണമേ. അങ്ങ് ഞങ്ങളുടെ വലം കരം പിടിക്കുമാറാകണമേ നാഥ. ദൈവമേ, ഇന്ന് ഈ വചനം കേട്ടതായിട്ടുള്ള വ്യക്തികളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കണം. മാനവും മഹത്വവും അങ്ങെടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.